എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഷോപ്പിങ്ങിന് എന്താണെന്ന് വെച്ചാൽ സഞ്ജുവേട്ടന അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് പ്രമാണിച്ചിട്ടുള്ള ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനത്തെ പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ്സാണല്ലോ വാങ്ങേണ്ടത്. ഞാനാണെങ്കിൽ എനിക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും മതിയാവില്ല. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ അങ്ങനെയായിരിക്കുന്നു. ചെറുക്കന്മാരൊന്നും അങ്ങനെയല്ല. ഒരു പാൻറ് ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അവരങ്ങനെ ഇട്ട് വെക്കുള്ളൂ. നമുക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സ് എടുക്കണം. പിന്നെ മെയിനായിട്ട് അമ്മയ്ക്ക് ഏകദേശം പോകാനായിട്ടുണ്ട്. മെയ് ലാസ്റ്റിലോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലോ ഒക്കെ ആയിട്ട് അമ്മ പോകും. അപ്പോൾ അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടും കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. ഇതിപ്പോൾ മെയ് ഫസ്റ്റ് വീക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഡേ ആണ് പോകുന്നത്. അപ്പോൾ ചേച്ചിക്കും മാഷിനൊന്നും ജോലിയില്ല. അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും അവർ വരട്ടെ. അവിടെ എത്തിയിട്ട് ഞാൻ കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പരാഗിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കണം എന്നാണ്. സ്കേർട്ടും ടോപ്പോ അല്ലെങ്കിൽ ധാവണിയോ അനാർക്കലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ പോയിട്ട് മെറ്റീരിയൽ നോക്കിയിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ചേച്ചി മിക്കവാറും കളർ ചേഞ്ച് ആയിരിക്കും. പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കളർ ഒരേപോലത്തെ ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ കളർ ചേഞ്ച് ഇടുക എന്ന് പറഞ്ഞാൽ കണ്ണിന് നേരെ കണ്ടുവിടാം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയുണ്ടാവും. ഞാൻ അതിന് മുന്നേ ഈ സാധനം പറഞ്ഞിട്ടുണ്ട്. ഈ ട്വിന്നിങ് ആയിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരേപോലെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനവൾ പ്ലാൻ ചെയ്തത് ഏകദേശം കളർ ചേഞ്ചിൽ ഒരുപോലെ എടുക്കണം എന്നാണ്. അവിടെ ചെന്നിട്ട് നോക്കാം. ചിലപ്പോൾ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ മാറാൻ സാധ്യതയുണ്ട്. പ്ലാൻ ചെയ്ത് പോയാൽ എന്തായാലും ഒരേപോലെ എടുക്കില്ല. അല്ലാതെ പോയാലൊക്കെ എടുക്കാം. അപ്പം എന്തായാലും അവർ വന്നിട്ട് കാണാം കേട്ടോ. കാത്തിരുന്ന് കണ്ണിൽ എണ്ണ പറ്റി എന്നല്ലേ പറയുക. കണ്ണിൽ എണ്ണ പറ്റി ഗൈസ്. ചേച്ചിയൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളോട് വലിയ കാര്യത്തിൽ പറഞ്ഞു വേഗം ഒരുങ്ങി, ഞങ്ങൾ ഇപ്പോൾ വരുന്നു പറഞ്ഞു. ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നും കഴിഞ്ഞു. ഇപ്പം എത്താനായിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെന്തായാലും എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി ചേച്ചി മാഷി എത്തിയിട്ടുണ്ട്. മുത്തോളം ഇങ്ങോട്ട് വെട്ടത്തേക്ക് നിന്നൊന്നും കാണിക്കായിരുന്നു. കുറേ അവൾ മാങ്ങ എടുത്തോണ്ട് പോയി. അമ്മ ടെൻഷനാണ്. ആ പാത്രത്തോടെ പോയിട്ടുണ്ട്. വന്ന പടി മാങ്ങ എടുത്ത് തിന്നുണ്ട്. അമ്മമ്മച്ച് മാങ്ങ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊട്ടും സമയം കളയാതെ ഇറങ്ങാണ്. അമ്മ ഇതാ ഒരുങ്ങി നിൽക്കുന്നു സുന്ദരി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ ഗായ്സ്. അമ്മക്ക് എന്താ പറയാനുള്ളത്? അമ്മേന്റെ പൈസ കളയാനായിട്ട് ഷോപ്പിംഗ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ നമ്മളെ കല്യാണത്തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ ചെറുക്കൻ പെണ്ണിതാ ചെറുക്കനതാ വണ്ടി ഓടിക്കുന്നു. അതെ വണ്ടി ഓടിക്കുകയാണ്. അവർക്കിന്ന് രാവിലെ ഒരു ചോറൂണല്ലേ മാമന്റെ കുഞ്ഞിന്റെ ചോറൂണായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി വന്നേ. ഇന്നലെ നമ്മൾ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. തുടരും അടിപൊളി മൂവിയാണ് കേട്ടോ. കാണാത്തൊരു വേഗം പോയി കണ്ടു നോക്കിക്കോളൂ. ഒരു രക്ഷയില്ല. സൂപ്പർ മൂവി. അമ്മക്ക് ഇഷ്ടമായില്ലേ? അടിപൊളി മൂവിയാണ്. മാഷാണ്ട് ഞങ്ങൾ നിലമ്പൂര് കൊണ്ടാക്കുന്നത്. ഞങ്ങൾ ആദ്യം ബസ്സിന് പോകാനാണ് വിചാരിച്ചത്. പിന്നെ മാഷ് കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഇത് കല്യാണ പെണ്ണിനെ എല്ലാവരും കണ്ടോളൂ. ഇങ്ങനെ അല്ലായിരുന്നു മേക്കപ്പ് ചെയ്തപ്പോ, ഇങ്ങനെ അല്ലായിരുന്നു പെണ്ണ്. പക്ഷെങ്കിൽ ഇതാണ് ഒറിജിനൽ. ആ ഭംഗി അങ്ങോട്ട് പോയി കിട്ടിയില്ലേ. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പരാഗിലാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്നത്. നോക്കാം അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് കളക്ഷൻ ഇതാണ് വൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് മാഷി വൈറ്റ് ഷർട്ട് ചൈനീസ് നെക്ക് അല്ലേ പാർട്ടി. പക്ഷെ നല്ല രസമുണ്ട്. താഴേക്ക് കാണുന്നില്ല, മേലക്ക് ആയതുകൊണ്ടേ. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറയട്ടെ. അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പരാജയം ഭയങ്കര ഒടുക്കത്തെ വെയിലാണ്. സമയം നല്ല നട്ടപ്പുറം ഉച്ചയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇതെന്താ അറിയോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്ലെയിന് സ്കേർട്ട് അടിച്ചാല് ഇത് ക്രോപ്പ് ടോപ്പ് നല്ല ഭംഗിയുണ്ട്. വൈൻ കളറാ, നല്ല ഷെയ്ഡാ. നല്ല ഷെയ്ഡാ. നീല എനിക്കിഷ്ടായി. നമുക്ക് അതേപോലെ ഇത് ഏകദേശം ഒരേ നെറ്റ് ചെയ്തില്ല. അമ്മക്ക് പോവാനുള്ളതല്ലേ. ആ അതിന്റെ നോക്കണം. അത് വേണ്ട
ഈ തുണി രസമുണ്ട്. ഇത് ഏതമ്മ? നമുക്ക് നോക്കിയാൽ എനിക്ക് അത് ഇഷ്ടം. മതിയമ്മ? 4 മീറ്റർ ഉണ്ടോ? ഇത് കറക്റ്റായി. പ്ലെയിൻ ഇതും കൊണ്ടുവരും അമ്മ. പക്ഷെ ഇതിനും കൂടെ നമുക്ക് കിട്ടണം. ഇതാണ് ഗൈസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചത്. വയലറ്റ് അല്ലേ? അത് രസമുണ്ട്. ഈ വയലറ്റ് ആണ് ഇപ്പൊ ചേച്ചി പറയുന്നത്. അതിന്റെ പ്ലെയിൻ കിട്ടിയില്ലെങ്കിൽ ഇതും വെച്ചിട്ട് പെയർ ചെയ്യാന്ന്. വെയിലത്തിറങ്ങിയില്ലേ? വെയിലത്തിറങ്ങിയതിനു ശേഷം പിന്നെ AC കയറി ഇതിപ്പോ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതാ റോസ് കിട്ടാൻ നല്ലതായിരുന്നു നമ്മളന്ന് കണ്ടേ. പക്ഷെ ഇത് നല്ലതാ. അതിന്റെ പ്ലെയിൻ ഉണ്ട് അവിടെ. ഇപ്പൊ ഞാൻ നിലവിൽ ഇതാണ്, ചേച്ചി ഇപ്പൊ ഇതാണ് പറയുന്നത്. നമ്മളൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ഇതിനൊരു മീറ്ററിനും എത്രയാ? ഇത് 250 അല്ലേ? ഇത് 160. ഇത് നമുക്ക് 4 മീറ്റർ. ഏത് നന്ദന സ്കേർട്ടിനടിച്ച മെറ്റീരിയലാ? അതിന് വലിയ വിലല്ലേ ആവുന്നു ഇതിന്. നെറ്റ് അല്ലേ ഇത്? നമുക്ക് എടുത്തിട്ട് ചോദിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്നിട്ട് നോക്കാം. ഇത് 4 മീറ്റർ. പൊട്ടിയതാണ് ഉമ്മ. മൂന്ന് മീറ്റർ ലൈനിങ് വരെ. 4 മീറ്റർ അത്ര വിരിയണ്ടല്ലോ ലൈനിങ്. 3 മീറ്റർ ലൈനിങ് ചേരായി ഒരു കുഴപ്പമില്ല. ചേരമ്മ ചേരായില്ലല്ലോ ഇല്ല ഇല്ലടി. ഏതാ വൈനല്ലേ? അതിന്റെ വേറെ എന്തെങ്കിലും മാച്ചിങ് കിട്ടുമോ നോക്കി നോക്ക്. അത് 1.4 ഇടുന്നോട്ടെ, എന്താ അറിയില്ല. കോൺട്രാസ്റ്റ് അല്ല, ഇപ്പൊ ഒരേ കളറാ ഭംഗി ചെയ്യാന്. അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഇതേ സെയിം മെറ്റീരിയൽ തുണി ഇല്ലെങ്കിലും വേറെ തുണിയിൽ മാച്ചിങ് കിട്ടുമോ നോക്കിയാ മതി. അതൊന്ന് പരതിയിട്ട് നിന്റേത് മുറിക്കാം. എന്റെ മറ്റേത് കിട്ടിയില്ലേ, സ്കേർട്ടിന്റെ ഷോള് കിട്ടിയ പോലെ. ഈ ടോപ്പിന് തുണി എടുക്കുന്നിട്ട് നമുക്കൊന്ന് തെരഞ്ഞു നോക്കാം. ഇത് നമ്മള് 1.4 മീറ്ററും സ്കേർട്ടിന് 4 മീറ്ററാണ് മുറിച്ചിട്ടുള്ള. അത് 3.4 മീറ്റർ ഉള്ളേ. 4 മീറ്റർ ഉണ്ടായാലേ ഭംഗി ഉണ്ടാകുള്ളൂ. പക്ഷെ അത് ചേരത്തില്ല. മതിയോ? നോക്കണോ? ഒന്ന് അപ്പുറത്തൂടെ പോയിട്ട് അറിയണോ ഏതാ? അതിന്റേതാണ് അത്. നോട്ടെ. അത് ആ കളർ ഇഷ്ടായില്ല? ബ്രൈറ്റ് ആയിരിക്കുന്ന പക്ഷെ ഇതിന്റെ ഡിഫറെന്റ് ആണ്. ഇത് വേറെയാണ്. തുണിയെ വ്യത്യാസമുണ്ട്. ഇതെന്താ ഇതിന്റെ അനാർക്കലി തയ്ച്ച സെയിമിന്റെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ വയലറ്റിനേക്കാൾ ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടമായത്. പക്ഷേ അതിൻ്റെ സ്കേർട്ടിനുള്ള മെറ്റീരിയൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നെറ്റിൽ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ മെറ്റീരിയലൊക്കെ കൊള്ളാം. പക്ഷെ ഇതിലൊക്കെ ഷെയ്ഡ് കറക്റ്റ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ ആണോ? മാഷിന് ഇഷ്ടമായോ? അപ്പം നമ്മൾ ഇവിടെ കുറേ മെറ്റീരിയൽ ഉണ്ടെന്ന്. സൺഡേ ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അമ്മയാണ് വീട്ടിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നത്.
ഡ്രസ്സ് എടുത്ത് ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് തലകറങ്ങൾ മാറ്റാൻ വേണ്ടി. അപ്പൊ ആ ചേട്ടനെ നോക്കുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ വയലറ്റ് തന്നെ എടുക്കുള്ളൂ. പക്ഷെ ചേച്ചിക്ക് അതാണ് ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു അല്ലേ? അത് വേണ്ടമ്മ, വെൽവെറ്റിന്റെ മുകളിൽ ഇപ്പൊ കൊറേ പോയിട്ടുണ്ട്. ഒരിടയ്ക്ക് വെൽവെറ്റ് ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ല എൻ്റെ അമ്മ. ആ ചേട്ടനാണ് തെരഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളാണ് കണ്ണിലെണ്ണടിച്ച് കാത്തിരിക്കുക. കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വയലറ്റിന് എടുക്കുള്ളൂ. അതൊരു ടൈപ്പ് ഷെയ്ഡാണ്, ഒരു വൈൻ എന്ന് പറയാൻ പറ്റില്ല, റോസ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു വൈൻ കളറാണ്. നല്ല ഡ്രസ്സുണ്ട്, ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കേർട്ടിന് തുണിയിട്ട് കുറച്ച് പ്രയാസം. കിട്ടിയോ? തരയട്ടെ. കോഫി കളറാ അതേതാ? ഇത് വേണ്ട, ഇത് ഭയങ്കര കുറച്ച് വീഡിയോയിൽ അത്ര ഡിഫറെൻ്റ് അല്ല, പക്ഷെ നേരിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു കോഫി ടൈപ്പ് ഷെയ്ഡാണ്. ഇത് നമുക്ക് എന്നാ വയലറ്റ് തന്നെ മുറിക്കാം അല്ലേ മൊത്തോളെ? ആ കളറില്ല, ആ ഷെയ്ഡില്ല. എനിക്ക് പിന്നെ വയലറ്റ് ഉണ്ട്, ഇവക്കില്ല. ഇത് 1.25, ഇത് 4 മീറ്റർ. ഇതാണ് ഇപ്പൊ ചേച്ചിക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്ന് ബ്ലൂ എടുക്കണം എന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ലൈനിങ്ങും മുറിച്ചിട്ടുണ്ട്. ഇത് 4 മീറ്റർ വെച്ച് ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ, ടോപ്പിനും സ്കേർട്ടിനും കൂടെ. ഇതിപ്പോ അമ്മയ്ക്ക് കാഷ്വൽ ആയിട്ട് നമ്മൾ ഇടാൻ വേണ്ടിട്ട് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഇതാണ്. പിന്നെ കുറെ നാള് നിൽക്കും മെറ്റീരിയല്. 1 മീറ്റർ എത്രയത്? 250. 320യോ? കുറച്ച് നല്ല ലാഭം ഉണ്ടായിരുന്നു. ഇപ്പൊ കസ്റ്റമേഴ്സ് ഈ ഷാൾ എത്രയുള്ളോ? 850 രൂപേൻ്റെ ഒരു ഷോളാട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മൾ എൻഗേജ്മെന്റിന് നമുക്ക് ഇടാം. പക്ഷെ ഇതിന്റെ സെയിം കളറ് ഇത് കിട്ടണം. സ്കേർട്ടിന്റെ മെറ്റീരിയൽ ഉണ്ട് അല്ലേ, ഇഷ്ടംമാതിരി മെറ്റീരിയൽ ഉണ്ട്. ഇത് കൊള്ളാം കാര്യം. ഞങ്ങളതൊക്കെ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അമ്മേൻ്റെ എടുക്കലാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ പ്ലെയിൻ അനാർക്കിൽ തയ്ക്കാനുള്ള പ്ലാനിലാണ്. അമ്മ അതും പൊക്കിയെടുത്തോണ്ട് നടക്കാൻ തുടങ്ങി നേരം കുറച്ചായി. അതാണ് ആർക്കും അറിയില്ല. അമ്മ അതിലേറെ ഇപ്പം അമ്മ കൈപ്പിടിച്ച ഷെയ്ഡ് കാണാനാ ഭംഗി. ആ ഈ ഷെയ്ഡ് കാണാനാ ഭംഗിയുള്ളത്. ഇത് മീറ്റർ എടുക്കുമ്പോൾ 4 മീറ്റർ താഴെ വേണം. മേലെ അമ്മയ്ക്ക് 1.5 മീറ്റർ, 1 മീറ്റർ 1.25 പോരെ? 1.5 എടുക്കാം അല്ലേ? 4, 1.5, 5.5. 5.5 വേണം ടോപ്പിന്. ഷോള് 2.25, പാൻറ് 2 അങ്ങനെ എടുക്കണം. ഒരു 10.5 മീറ്റർ ഏകദേശം എടുക്കണ്ട്. ഷോളെല്ലാം കൂടെ 10.5. അപ്പം അത് നമ്മളിപ്പോൾ 7.5 മീറ്ററാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അവിടെ നിന്ന് പോയി ഷാൾ എടുക്കാം നമുക്ക്. ഇത് അപ്പുറത്ത് ഷോളിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ടോപ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ള ഷോള് തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട്. നോക്കട്ടെ. അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ള ചെറിയൊരു വ്യത്യാസം വീഡിയോയിൽ അധികം അറിയുന്നില്ല, പക്ഷെ ചെറിയ ഡിഫറെന്റ് ഉണ്ട്. അത് ഒന്നും കൂടി ലൈറ്റിനേക്കാൾ രസം ഡാർക്കാണ് തോന്നുന്നത്. അത് നിവർത്തിക്കമ്മ, നിവർത്തി വെക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയാം. എന്നിട്ട് നോക്കട്ടെ. ആ ഇതും ലൈറ്റായി അല്ലേ? അമ്മ പിന്നെ ഇങ്ങനെ മടക്കി ഇടുള്ളൂ. നമ്മ ഷോള് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. മുത്തോളെ നോക്ക്, മുത്തോളെ അമ്മേനെ നോക്ക്. ആ തുണി ഒന്ന് പിടിച്ചേ. വലുതായിട്ട് അറിയില്ലമ്മ.
ഇത് രസമുണ്ട് കാണാൻ. അല്ല, ഈ റോസ് നോക്കിയാൽ നീല കറക്റ്റ് ഇട്ടാത്തോണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് നോക്കട്ടെ. ഇത് കാണാൻ രസമുണ്ട്, ചേരും. ബ്ലൂ മിക്സ് ഷെയ്ഡും തമ്മിൽ ചേരും, പക്ഷെ സെയിം ആയിരിക്കും തോന്നുന്നു. ചേരായില്ലേ അമ്മ? കോൺട്രാസ്റ്റ് ആകുമ്പോൾ രസമുണ്ട്. മുത്തുമോളാണെങ്കിൽ ഷാൾ തെരഞ്ഞുകൊണ്ടിരിക്കുക. വർക്കില്ല, കുഴപ്പമില്ല അമ്മ, രസമുണ്ട്. ഇപ്പം ഏകദേശം ചേച്ചി പറഞ്ഞ് ഒപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് മാച്ചിലായിട്ടുള്ളത്. റോസ് ആകുമ്പോൾ നമ്മ പെട്ട പോലെ തന്നെ ഇച്ചിരി അമ്മട്ട ലൈറ്റാണ്, അതിൻ്റെ ഡാർക്ക് കോമ്പോ. ആ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഈ ഷോളിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. കാണാൻ രസമുണ്ട് അല്ലേ? ഇമ്മ എൻ്റെ വ്ളോഗിങ് എടുക്കുന്നുണ്ട്, ചിരിക്കാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അമ്മ കണ്ട് ശീലിക്കമ്മ. അമ്മ ഇപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത്. ഫൈനലി ഞങ്ങൾ വലിയൊരു തീരുമാനത്തിന് ശേഷം ഈ ബ്ലൂ തന്നെ എടുക്കാന്ന് വെച്ചാൽ, കാരണം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇതാണ് ഒന്നുകൂടെ ഭംഗിയായിട്ടുള്ളത്. ഇനി ഇപ്പൊ നമ്മൾ ഇതിനുള്ള ലേസ് കിട്ടുക നോക്കുകയാണ്. നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ തിന്നായിട്ടുള്ള വർക്കാ. ഇമ്മ അമ്മേനെ കൂടെ തോറ്റു. ലേസ് തിന്നായിട്ടുള്ള ഈ ഇപ്പൊ ഇവരെടുത്തില്ല, അതേപോലത്തെ കിട്ടിയാൽ മതി. ഇപ്പൊ തിന്നായിട്ടുള്ള ഉണ്ടോ, ആ സാധനം കിട്ടിയാൽ മതി. ആ ഈ ലൈസ് നോക്കട്ടെ. വെക്കണോ? വർക്ക് വെക്കണോ? വർക്ക് വെക്കണോ? അമ്മ പ്ലെയിൻ മതി. അമ്മ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നാം. കഴുത്ത് മാത്രല്ലേ കറക്റ്റ് ചെയ്തിട്ടാത്തോണ്ട് പിന്നെ ഞങ്ങളത് വർക്ക് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. നെക്ക് ഇത് വേണ്ട അമ്മ, ചേരില്ല അമ്മ. പക്ഷെ കാണാൻ കൊള്ളാതെ ചേരത്തില്ല. അപ്പൊ നമ്മള് നെക്കില് വർക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചു. എന്തിയേ ആ കല്ലാം കൂടെ പോകും. കല്ല് പോകും തോന്നുന്നു. നിങ്ങൾ കണ്ട ലൈറ്റ് അല്ലേ? ഇങ്ങനത്തെ ഈ മെറ്റീരിയൽ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ തരണം. ചേച്ചിക്ക് ഒരു അനാർക്കലിക്കുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് പ്ലാൻ നമ്മളുടെ. പ്യുവർ കോട്ടൺ. ഇത് പക്ഷേ ഒരു നൈറ്റ് തുണി പോലെ ഉണ്ട്, അത് വേണ്ട. ഇതിപ്പോ ടോപ്പ് തയ്ക്കാൻ അമ്മയ്ക്ക്. അത് പിന്നെ രസന 160. അതും അതിന്റെ മേലത്തും രസമുണ്ട്. അത് സെപ്പറേറ്റ് എടുക്കാൻ പറ്റൂലേ? ഇതിലേതാ രസമ്മ? ഇതങ്ങനെ തയ്ക്കണമെന്നില്ല, ഏതെങ്കിലും ഇത് എടുത്താൽ മതിയല്ലോ. ഇത് 150 ഒരു മീറ്റർ 160. ഒരു നരപ്പ് പോലെ ഉണ്ട്. ഇതാ പിന്നെയും കളറുള്ളത്. ഇപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഇത് ടോപ്പ് ഒരു ബോട്ടമാണ് അവർ പറയുന്നത്. ഈ റോസ് നല്ല രസമുണ്ട്. ഒരു കറുപ്പ് വേണ്ട, ഈ റോസ് നല്ലതാണ്. നല്ല ഷെയ്ഡാ. ഇത് ടോപ്പും പാന്റും ഷോളും ആയിട്ടുള്ള സെറ്റാണ്. ഇല്ല ഇത് ഈ റോസ് കളറ്. മുത്തോള വിളിച്ചോക്ക്. ഇത് ഷോളില്ല. ഇത് ടോപ്പ്, ഇത് പാന്റ്, ഇത് ഷോൾ. ഇല്ല അത്ര നല്ല കളറാ. ഈ റോസിലെ രസാ. ഇല്ല അമ്മക്ക് തോന്നാണ്. എന്തൊരു ഭംഗിയുള്ള മെറ്റീരിയലാ. പക്ഷെ
ഇപ്പം ഇത് ടോപ്പിൻ്റെ മെറ്റീരിയൽ. ഇത് 180 രൂപയാണ് 1 മീറ്റർ. 160. ആ 160. ഇതാണ് അതിൻ്റെ പാൻറ്. 160 അല്ല അതിനും 160. ചമ്മയ്ക്ക് ഇങ്ങനെ വലിയ പൂവുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ നെയിൽ പോളിഷിൻ്റെ എക്സാക്ട് ഷെയ്ഡ്. നാടകം. ഇത് വിചിത്ര സിൽക്കാണ് കേട്ടോ. ഈ തുണിക്ക് 90 രൂപ കണ്ട 1 മീറ്റർ. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അമ്മ ഇത് വേണമെങ്കിൽ 2.5 മീറ്റർ എടുത്തമ്മ ഒന്ന്. അത് രസമുണ്ട്. അതാ മെറ്റീരിയൽ എങ്ങനെ നോക്കിയിട്ട് എങ്ങനെ. ജീനച്ചിക്കിൻ്റെ സെയിമേ ഞാൻ പിങ്ക് ഉണ്ട്. ഇതൊരു 2.5 മീറ്റർ. ഇത് 2.5. ഈ തുണി നമ്മൾ അതിന്റെ പാന്റിന് ബോട്ടം തയ്ക്കാൻ വേണ്ടി. ഇത് ടോപ്പും അത് പാന്റും. അതാണോ മാച്ചിങ്? താഴത്തതാണ്. ചെറിയൊരു ഡിഫറൻസ് കാണുമ്മ. അത് കുഴപ്പമില്ല. നീ അത് വീഴും തോന്നുന്നു. ഇത് 90 രൂപ 1 മീറ്ററിന്. ഇതാ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഷാൾ ഉദ്ദേശിക്കുന്നത്. ഇത് 2.5 മീറ്റർ. രസമുണ്ടാവും. ഇതിപ്പോ ഇത് ഓറഞ്ച്. ഇതും പാന്റും ടോപ്പും. ഇത് ഷാള് പച്ച ഷോളാക്കാനാണ് പ്ലാന്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മൾ അവിടുന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്ക് എൻഗേജ്മെൻറ്റ് ഇടാനുള്ളതും അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു 4-5 ജോഡി ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ അവിടുന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. ടാറ്റാ.